ആക്ച്വലി എനിക്കൊരു വീട് എൻ്റെ ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് തിങ്കിന് പറ്റിയ ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എക്സാമിന് മനസ്സിലാക്കണം, നമ്മൾ എൻജോയ് ചെയ്തിട്ട് പഠിക്കുക, ഫ്രണ്ട്ഷിപ്പിന് എല്ലാത്തിനും നല്ല വാല്യൂ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചതാണ്. ഹായ് എവ്രി വൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 171 സ്കോർ വാങ്ങിച്ച നാറ്റ ടോപ്പറായ മെഹറിനാണ്. മെഹറിൻ കോട്ടയ്ക്കൽ നിന്നാണ് വരുന്നത്. സോ നമുക്ക് മെഹറിനോട് തന്നെ ചോദിച്ചറിയാം വിശേഷങ്ങൾ. ഹായ് മെഹറിൻ. ഹായ്, എൻ്റെ പേര് മെഹറിൻ. ഞാൻ തിങ്ക് കോട്ടക്കലിലെ ബിയാക് റിപ്പീറ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് നാറ്റ 2024 171 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൂടെ ജെ ബിയാക് 2024 98.87% സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് റിസൾട്ട് വന്നിട്ട് വീട്ടിലുള്ള റിയാക്ഷൻ? എല്ലാവരും ഹാപ്പി ആയിരുന്നു. പ്രത്യേകിച്ച് നാറ്റിൻ്റെ സ്കോർ കണ്ടപ്പോൾ എല്ലാവർക്കും ഹാപ്പി. എങ്ങനെയാണ് ഈ ആർക്കിടെക്ചർ ഫീൽഡ് എടുക്കാന്ന് വിചാരിച്ചത്? ഞാൻ ചെറുപ്പം മുതലേ ചിത്രം വരക്കാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ വലിയ അടിപൊളിയായിട്ട് വരക്കുന്നല്ല, എങ്കിലും നല്ല രീതിയിൽ വരക്കണ അങ്ങനെ ഒരാളായിരുന്നു. പിന്നെ എൻ്റെ ഉപ്പ അതുപോലെ ഉപ്പാൻ്റെ ഇതെന്താ വെച്ചാൽ ഇപ്പോൾ ബിസിനസ് മാൻ ആണ്. അത് റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ ഉപ്പര് ഇതുപോലെ അത്യാവശ്യം വരക്കും ചെയ്യും. അപ്പോൾ ഉപ്പാൻ്റെ വരക്കണതും ഒക്കെ കണ്ടിട്ട് ആ ഒരു ഇതിനോട് ഇഷ്ടം തോന്നി. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ പ്ലാനും കാര്യങ്ങളും വീടിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കി അങ്ങനത്തെ ചെറിയ ചെറിയ രീതിയിലൊക്കെ ഞാനും അങ്ങനത്തെ പണിക്കൊക്കെ ഇറങ്ങും. ആൻഡ് അപ്പോൾ ഈ രണ്ടും കൂടി ആയപ്പോൾ അതിന് പറ്റിയൊരു കോഴ്സ് ഏതാണെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടന്നാണ്ട് ആർക്കിടെക്ചർ ഒന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇത് ചൂസ് ചെയ്യുന്നത്. മോഡലിംഗ് ഒക്കെ എന്ത് മോഡൽസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്? മോഡൽ മീൻസ് ആ ഒരു ചെറുപ്പത്തിൽ മീൻസ് ഒരു 6ാം ക്ലാസ് ആ ഒരു സമയം എൻ്റെ കയ്യിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വീട് പോലെ ഉണ്ടാക്കും, റൂം പോലെ അങ്ങനെയൊക്കെ ഡിസൈൻ അങ്ങനെ ചെയ്യും. അപ്പം എങ്ങനെയാ തിങ്കിനെ പറ്റി അറിഞ്ഞത്? തിങ്കിങ്ങിന് കോച്ചിങ് സെന്റർ ഉണ്ട്, നാറ്റയ്ക്ക് കോച്ചിങ് ഉണ്ട് എന്നൊക്കെ എങ്ങനെയാ അറിഞ്ഞത്? ഞാൻ +2 കഴിഞ്ഞിട്ട് ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യാന്നൊരു പ്ലാൻ തന്നെയായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് അതൊന്ന് എക്സാം എഴുതിയിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എക്സാം എഴുതി. എന്നിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സെൻറ്ററുകൾ ഇങ്ങനെ തപ്പി അങ്ങനെ ജസ്റ്റ് ആ ഒരു സമയം ഫുൾ നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ തിങ്കിൻ്റെ തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് കാണാണ്. അപ്പോൾ അതിന്നാണ് തിങ്കുന്നൊരു ഇത് കേട്ടിട്ട് അങ്ങനെ വീണ്ടും ഒന്നുകൂടെ കൂടുതലായിട്ട് അന്വേഷിച്ച് യൂട്യൂബിൽ തന്നെ കൂടുതൽ വീഡിയോസ് കണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് നോക്കി ഫുള്ളായിട്ട് തിങ്കിനെ പറ്റി ഒന്ന് അങ്ങനെ ഒരു ഐഡിയ കിട്ടി. പിന്നെ അന്വേഷിച്ചു, അവിടെ കോഴിക്കോട് ബ്രാഞ്ച് ചെന്നിട്ട് അന്വേഷിച്ചത്. അവിടെ ചെന്നിട്ട് പിന്നെ ഏകദേശം ഐഡിയ കിട്ടി. അങ്ങനെ ഇവിടെ കോട്ടക്കൽ ബ്രാഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തു. തിങ്കില് എങ്ങനത്തെ ക്ലാസ്സസ് ഒക്കെയാണ് ഹെൽപ്പ് ചെയ്തത് മെഹറിനെ? ഡ്രോയിങ്സ് ആണോ അതോ ആപ്റ്റിറ്റ്യൂഡ് പാർട്ടിലാണോ? ഏതിലായിരുന്നു കോൺഫിഡൻറ്റ് കുറച്ചുകൂടെ? ഞാൻ പറഞ്ഞല്ലോ, ഡ്രോയിങ് കുറച്ച് ഇഷ്ടമായ ആളും കൂടി ആയതുകൊണ്ട് എനിക്ക് ഡ്രോയിങ്ങിലായിരുന്നു കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നത്. ബട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കര ഉഷാറൊന്നും അല്ലായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. തിങ്കിൽ വന്ന ശേഷം ഡെയിലി പ്രാക്ടീസും അസൈൻമെൻറ്റും ഒക്കെ ആയിട്ടും കുറേ വരക്കാനൊക്കെ തന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിൽ നല്ല മെച്ചം വന്നു ഡ്രോയിങ്ങിൽ. അത് ഫസ്റ്റത്തേക്ക് നല്ല ഉഷാറായി വന്നു. അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ പാട്ട് പിന്നെ ഓക്കെയാണ്. അത് നമ്മൾ അതുപോലെ തന്നെ തിങ്കിലെ എക്സാമുകൾ മെയിൻലി എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായത് തിങ്കിലെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റും മോഡൽ എക്സാം എല്ലാ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 ഇയർ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പോൾ ഈ എൻറ്റയർ 1 ഇയർ പഠിത്തം മാത്രമായിരുന്നോ അതോ എങ്ങനെ ആ ടൈം എങ്ങനെ ബാലൻസ് ചെയ്തു? ലൈക്ക് അടുത്ത എക്സാമിന് വരെയുള്ള പ്രിപ്പറേഷൻ അല്ലേ? അപ്പോൾ ഈ 1 ഇയറിൽ എങ്ങനെയാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയത്? 1 ഇയർ ആക്ച്വലി നമ്മളൊരു എൻട്രൻസ് കോച്ചിങ്ങിന് വരിക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കല് ഫുൾ ടൈം പഠിത്തം, ഫുള്ളായിട്ട് നമുക്ക് ഒരു ഫ്രീ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ആക്ച്വലി ഞാനും തിങ്കിൽ വന്നത്. പിന്നെ അപ്പോൾ അവിടെ വന്ന ശേഷമാണ് നമ്മൾ തിങ്കിലെ അവിടെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് പിന്നെ നമുക്ക് തിങ്കിനെ പറ്റിയ ഒരു ഐഡിയ കിട്ടുന്നത്. അതായത് പഠനം മാത്രമല്ല, നമ്മൾ എൻജോയ് ചെയ്തിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ എല്ലാ പ്രോഗ്രാംസും കുറേ സെലിബ്രേഷൻസും ഒക്കെ എല്ലാതും നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് ആഘോഷിച്ച് അതിൻ്റെ കൂടെ തന്നെ അതിനെ പറ്റി കൂടുതൽ പഠിച്ച് രണ്ടും ഒരുപോലെ കൊണ്ടുവരണം. ഇത് ഒരു ഭാഗത്ത് പഠിപ്പും കാര്യങ്ങളും അസൈൻമെൻറ്റ്സും എക്സാംസും എല്ലാം നടക്കണം. അതിന് ബാലൻസ് ചെയ്തിട്ട് തന്നെ മറുഭാഗത്ത് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് നടക്കണ്ടായിരുന്നു. അതുപോലെ നമുക്ക് സ്കെച്ച് വാക്ക് പിന്നെ പ്രോഗ്രാംസ് ആണെങ്കിലും അതിൽ മെയിൻ എന്താ വെച്ചാൽ നമ്മൾ ഓരോ ബ്രാഞ്ചിൻ്റെ എല്ലാവരും കൂടി തമ്മിലുള്ള ഒരു ബോണ്ട് അത് വളരെ വലിയൊരു ഇതായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ബ്രാഞ്ചിലെ കുട്ടികളാണെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരുന്നു എല്ലാവരും. അതുപോലെ തന്നെ നമ്മളെ ഫാക്കൽറ്റീസ് ആണെങ്കിലും അക്കാദമിക് കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ഭയങ്കര കൂളായിട്ട് നമുക്ക് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു.
കോട്ടയ്ക്കൽ ബ്രാഞ്ചിലെ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രാഞ്ച് സത്യം പറഞ്ഞ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള ക്ലാസ്. പിന്നെ നമ്മൾ എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യവും എല്ലാം അത്യാവശ്യം നല്ല സൂപ്പറായിരുന്നു. നല്ല ഏരിയ ഉണ്ടായിരുന്നു നമുക്ക്. മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു? തിങ്ക് ഒരു പ്രാക്ടീസ് മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യായിരുന്നു. ഈ തിങ്കിന്റെ ഒരു പ്രത്യേകത അത് എന്താന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായ കാര്യം, ഈ ഒരു കോഴ്സ് ആകുമ്പോൾ ആർക്കിടെക്ചർ ഒരു പ്രത്യേകിച്ച് ഒരു സിലബസ് എന്ന് പറയാനില്ല, നമ്മളിങ്ങനെ കളക്ട് ചെയ്തിട്ട് പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു പാഠം കൂടി എനിക്ക് കിട്ടി. കാരണം ഒരു +2 വരെ നമ്മളൊരു സ്പൂൺ ഫീഡിങ് പോലെ ആയിരുന്നല്ലോ. നമുക്ക് ടീച്ചേഴ്സൊക്കെ നോട്ട്സ് തരുന്നത് നമ്മൾ അത് പഠിക്കണം, എക്സാമിന് അതുപോലെ പോയി എഴുതണം, ആ ഒരു രീതിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് ക്ലാസ് കിട്ടും, എക്സ്ട്രാ അവർ നോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യും, എങ്കിലും നമ്മൾ പറയൽ കളക്ട് ചെയ്തിട്ട് കൂടി പഠിക്കണം എന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു കുറച്ച് സമയം അവർ നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്ത് പഠിക്കാനുള്ളൊരു സമയം പോലെ തന്നിരുന്നു. എന്നിട്ട് കുട്ടികൾ കുറേ മെറ്റീരിയൽസും ഓരോ അരിത്തമെറ്റിക്സ് ആണെങ്കിലും നോൺ വെർബൽ ആണെങ്കിലും മാത്സും എല്ലാത്തിനും മെറ്റീരിയൽസും തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ മെറ്റീരിയൽസിൻ്റെ കൂടെ നമ്മളോട് കളക്ട് ചെയ്തിട്ട് പഠിക്കാനും പറയും. അത് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. തിങ്കിലെ നമ്മുടെ പരിപാടികളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഞങ്ങളുടെ ബ്രാഞ്ച് എല്ലാവരും ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു പറഞ്ഞല്ലോ. നല്ല ബോണ്ടായിരുന്നു എല്ലാവരും. പ്രത്യേകിച്ച് നമ്മുടെ കോർഡിനേറ്റേഴ്സിനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ സെലിബ്രേഷൻസ് ഒക്കെ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ ഒരാളേക്കാണ് ഞങ്ങൾ കൂടെ നിന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾക്ക് ഏറ്റവും ഭയങ്കര ഈ ഒരു വർഷത്തിൽ തന്നെ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ സെൻഡ് ഓഫിൻ്റെ ടൈമിൽ. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. അത് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിൽ വരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സാറ് പേരെടുത്ത് പറയാണ്, വിഷ്ണേഷ് സാറ്, കൂടെ ഞങ്ങൾ അഞ്ജലി മാം, ഇവർ രണ്ടുപേരും. അല്ലെ വിഷ്ണേഷ് സാർ മൂപ്പര് ഞങ്ങളൊരു നല്ല കമ്പനിയുള്ള ആള്. മൂപ്പര് ഇതുപോലെ നമുക്കൊരു നല്ലൊരു സെഷൻ അറേഞ്ച് ചെയ്തിരുന്നു, ഒരു മോട്ടിവേഷണൽ സെഷൻ പ്ലസ് ഒരു ക്യാൻഡിലൊക്കെ വെച്ചിട്ട് നല്ല. പക്ഷേ തുടങ്ങിയപ്പോൾ ആക്ച്വലി എല്ലാവരും ഭയങ്കര ഒരു ഇതിലാണ് തുടങ്ങിയത്, ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം മൂപ്പര് ക്യാൻഡിലൊക്കെ ഇട്ട് വന്നപ്പോൾ എന്താവും എന്നുള്ളൊരു ചിന്തയിലാണ് വന്നത്. പക്ഷേ ആക്ച്വലി ആ ഒരു സെഷൻ്റെ അവസാനമായപ്പോൾ തന്നെ എല്ലാവരും ആകെ ഡൗൺ ആയിപ്പോയി. കാരണം എല്ലാവരും അങ്ങനെ അത്രയും കണക്റ്റഡ് ആയുള്ള ഞങ്ങൾ പെട്ടെന്ന് സെപ്പറേറ്റ് അതായത് ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് വന്നാൽ ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. കാരണം അങ്ങനെയാണ് ഞങ്ങൾ തിങ്കിൽ പഠിച്ചത്. കാരണം അത്രയ്ക്കും ഫ്രണ്ട്ഷിപ്പിന് എല്ലാത്തിനും നല്ല വാല്യൂ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചത്. അവിടുന്ന് പിരിഞ്ഞു പോന്നപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി അത് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ പോലെ. ഭയങ്കര സന്തോഷം അത് കേൾക്കാൻ. തിരിച്ചു വരണം കേട്ടോ തിങ്കില്. കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരെയും നല്ല പ്രൗഡാക്കാൻ തിങ്കിൽ ഇടയ്ക്ക് വരണം. തീർച്ചയായും വരും. പിന്നെ ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? മെഹറിൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ പറയുമ്പോൾ ഞാൻ പൊതുവെ എനിക്ക് ഭയങ്കര തിയറി ഭയങ്കര വൈഡായിട്ട് പഠിക്കാൻ എനിക്ക് ഇഷ്ടം. ഭയങ്കര ഷോർട്ടാക്കി പഠിക്കാൻ, അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പല്ലിൽ പോയിന്റ്സ് ആക്കി പഠിക്കുക, അങ്ങനെ രീതി പഠിക്കാൻ എനിക്കിഷ്ടം. അപ്പം എനിക്ക് തിങ്കിലെ മോഡൽ എക്സാമിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അവസാനമൊക്കെ ഒരു സമയം എക്സാമിനൊക്കെ അടുത്ത് ആ സമയത്ത് മെയിൻലി ഈ ആർക്ക് അവയർനെസ് ഒക്കെ ആണെങ്കിൽ അത് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ആപ്പിലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അത് കളക്ട് ചെയ്തിട്ട് വേറൊരു PDF ആക്കിയിട്ടുണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ ഒരു മെറ്റീരിയൽ പോലെ ഞാൻ അത് യൂസ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് കാണാറുണ്ടായിരുന്നു, റെക്കോർഡഡ് വേർഷൻ ഉണ്ട്, അത് കാണാറുണ്ടായിരുന്നു. പിന്നെ തിങ്കിൻ്റെ ആപ്പിൽ കുറേ മെറ്റീരിയൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബുക്കുകളായിട്ട് വേറെ തരുന്നുണ്ട്. എല്ലാം യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ടാർഗറ്റ്? ഏത് കോളേജ് നോക്കണം എന്നാണ്? എനിക്ക് CET ട്രിവാൻഡ്രം ആണ് ഞാൻ നേരത്തെ തന്നെ എൻ്റെ ടാർഗറ്റ് അതായിരുന്നു. അപ്പോൾ ഈ ഒരു സ്കോർ വെച്ചിട്ടും പിന്നെ +2% കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഒരു ഹോപ്പ്. ആണല്ലേ? ഓക്കെ. പിന്നെ ആർക്കിടെക്ചർ ഇഷ്ടമുള്ള ഒരു അസ്പയർ ചെയ്യുന്ന വേറെ സ്റ്റുഡൻസിന് എന്താണ് മെറിൻ ടിപ്സ് കൊടുക്കുക? ആർക്കിടെക്ചർ ഇഷ്ടപ്പെടുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എക്സാം ഒക്കെ എഴുതുന്ന ആളുകൾ, ആദ്യം എനിക്ക് മനസ്സിലായ കാര്യം, ആദ്യം നമ്മൾ എക്സാമിനെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. കാരണം നമുക്കിപ്പോൾ നാറ്റ ഉണ്ട്, JIB ആർക്കിൻ്റെ എക്സാം ഉണ്ട്, രണ്ടും 2 ടൈപ്പാണ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സാമിനെ മനസ്സിലാക്കണം, എന്നിട്ട് വേണം പഠിക്കാൻ ആക്ച്വലി. കാരണം എക്സാമിൽ രണ്ടിലും 2 ടൈപ്പ് ഓഫ് ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരിക. കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കേണ്ടി വരിക. പിന്നെ അതിന് നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ ഈ ഡ്രോയിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ലൈവ് സ്കെച്ച് അത് നല്ല ഉപകാരപ്പെടും. പ്രത്യേകിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ സീൻ ഡ്രോയിങ്ങിനും ഒക്കെ ലൈവ് സ്കെച്ച് ഭയങ്കര നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അടിപൊളി. താങ്ക്സ് സോ മച്ച് ഫോർ ടോക്കിംഗ് ടു അസ്. എല്ലാവർക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം.